കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിലെ പ്രതീക്ഷയ്ക്കുയർന്നില്ലെങ്കിലും ടീം മാനേജ്മെന്റ് അടുത്ത സീസണിലേക്കുള്ള ഒരുക്കത്തിലാണ്. ഇവാന് വുക്കുമനോവിച്ചിന് പകരം ലോകമെമ്പാടും ടീമുകളെ അഭ്യസിപ്പിച്ച പുതിയ കോച്ച് വന്നതോടെ കാര്യങ്ങൾ കൃത്യമായ റൂട്ടിൽ തന്നെയാണെന്ന നിഗമനത്തിലാണ് ആരാധകരും. ടീമിലെത്തിയതും മുതൽ നെടുന്തൂണായി മാറിയ അഡ്രിയാന ലൂണയെ നിലനിർത്തിയതും കോച്ചിംഗ് സ്റ്റാഫിലെ പഴയ മുഖങ്ങളെ മാറ്റിയതും പുതിയ കോച്ച് മിക്കേല സ്റ്റാറയുടെ ഉപദേശം അനുസരിച്ചായിരിക്കും ടീമിന്റെ ഇനിയുള്ള സൈനിങ്ങുകളെന്നാണ് വിവരം. പുതിയ കോച്ച് തനിക്ക് വേണ്ടുന്ന ചില കളിക്കാരുടെ ലിസ്റ്റ് ക്ലബ്ബ് മാനേജ്മെന്റിന് നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. ഇവരിലെ എല്ലാവരെയും ലഭ്യമാകില്ലെങ്കിലും ചിലരിൽ ടീമിന് താൽപര്യമുണ്ട്. ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിച്ചതിനാല് ബജറ്റും പുതിയ കളിക്കാരുടെ വരവില് നിർണായക സ്വാധീനം ചെലുത്തും. അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറർ ദിമിത്രിയോസിന്റെ കാര്യത്തില് ഇതുവരെ പുതിയ വാർത്തകളൊന്നും വന്നിട്ടില്ല. മുംബൈ സിറ്റി താരത്തെ സ്വന്തമാക്കുന്നതില് നിന്ന് വിട്ടു. ബ്ലാസ്റ്റേഴ്സിനും ഈ പ്രശ്നമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളില് നിന്ന് പുതിയ യുവതാരങ്ങളെ തപ്പാനുള്ള സാധ്യതകളാണ് കൂടുതല്. സ്പീഡും സ്റ്റാമിനയും കൂടുതലുള്ളതിനാല് ഇന്ത്യയെ പോലെ ചൂടുകൂടിയ കാലാവസ്ഥയില് യൂറോപ്യന്, ലാറ്റിൻ അമേരിക്കന് താരങ്ങളെക്കാള് നല്ലത് ആഫ്രിക്കക്കാരാണെന്ന ചിന്ത ടീം മാനേജ്മെന്റിനുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അടുത്ത സീസൺ അതിനിർണായകമാണ്. കാരണം ടീമിനൊപ്പം ഇത്രയും നാളായി വലിയ പിന്തുണയോടെ നിന്നിരുന്ന ബൈജൂസ് കളം വിടുകയാണ്. സ്പോൺസർഷിപ്പ് പുതുക്കില്ലെന്ന് കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ബൈജൂസ് ക്ലബ്ബ് മാനേജ്മെന്റിനെ അറിയിച്ചിരുന്നു. ബൈജൂസിന് പകരം ടൈറ്റിൽ സ്പോൺസർഷിപ്പ് സ്ഥാനത്തേക്ക് ചില അന്താരാഷ്ട്ര ബ്രാൻഡുകൾ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഗൾഫ് ആസ്ഥാനമായുള്ള എയർലൈൻസ് ഗ്രൂപ്പ് ബ്ലാസ്റ്റേഴ്സുമായി സഹകരിക്കാനുള്ള താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഗൾഫിലെ ബ്ലാസ്റ്റേഴ്സിനുള്ള ആരാധക പിന്തുണ തന്നെയാണ് ഇതിന് കാരണം. ഈ ഡീല് നടപ്പിലായാല് അത് ഐഎസ്എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്പോൺസർഷിപ്പ് കരാര് ആയിരിക്കും. പ്രാഥമിക തലത്തില് മാത്രമാണുള്ളതെങ്കിലും ചർച്ചകള് ശരിയായ വഴിയില് തന്നെയാകുമെന്ന് പ്രതീക്ഷിക്കാം.